ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് നീറ്റ് എക്സ്പെക്ടഡ് സ്കോർ. നിങ്ങളോട് മറ്റൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നീറ്റ് എക്സാമിന് ശേഷം ആദ്യത്തെ വീഡിയോ ആണ്. എൻ്റെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫും കൂടെ തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റ ഉടനെ തന്നെ എൻ്റെ ബെഡൊന്ന് സെറ്റ് ചെയ്യാണ്. നിങ്ങൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും എണീറ്റ ഉടനെ തന്നെ ബെഡൊന്ന് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ റൂം പകുതി വൃത്തിയായി കിട്ടും. മാത്രമല്ല ഡേ തുടങ്ങുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. അതിനുശേഷം കിച്ചണിൽ കുറച്ച് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഡേ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ എംപ്റ്റി സ്റ്റൊമക്കിൽ രാവിലെ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. മിനിമം ഞാൻ ഒരു ഗ്ലാസ് എങ്കിലും കുടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്നാണെങ്കിൽ ചെയ്യാൻ കുറച്ച് അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചത്. അതുപോലെ റിലാക്സ് ചെയ്തിരുന്നിട്ടാണ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിനുശേഷം അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും അച്ഛനും കൂടിയിട്ട് പാടത്തേക്ക് ഇറങ്ങി. ഞങ്ങൾക്ക് പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അധികവും വർക്കേഴ്സ് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ അധികവും പുറത്തുനിന്ന് അങ്ങനെ ആരെയും വിളിച്ച് ചെയ്യിപ്പിക്കാറില്ല. പിന്നെ ഫാമിലിയുടെ കൂടെ പാടത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ നല്ല രസമാണ്. മാത്രമല്ല ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അമ്മ ഫുഡൊക്കെ ആയിട്ട് വരും. അപ്പോൾ പിന്നെ പാടത്തിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുക നല്ല രസമാണ്. ഞങ്ങൾ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. നിങ്ങളിപ്പോൾ നീറ്റ് എക്സാമൊക്കെ എഴുതിയിട്ട് വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഡ്രോപ്പ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളോട് തന്നെ കുറച്ച് നേരം കാമായിട്ട് ഇരുന്നിട്ട് സംസാരിച്ച് നോക്കുക. ആൻഡ് നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് ജസ്റ്റ് നല്ലൊരു പ്രൊഫഷൻ കിട്ടും എന്നുള്ളത് കൊണ്ടാണോ, അല്ല നിങ്ങളുടെ ഉള്ളിൽ ഒരു പാഷൻ, നിങ്ങൾക്ക് അത്രയും ആഗ്രഹമാണ് ഡോക്ടർ ആവണം, ലൈഫ് സേവ് ചെയ്യണം, സർജറീസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡ്രോപ്പ് എടുക്കണം. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കരുത്. നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. ലൈക്ക് നമുക്കിപ്പോൾ എല്ലാം ഒറ്റ തവണ ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. ചിലപ്പോൾ നമുക്കതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. പക്ഷേ പല സാഹചര്യങ്ങൾ കാരണം നമുക്കതിന് പറ്റിയിട്ടുണ്ടാവില്ല. മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്. ഞാൻ നിങ്ങൾക്കൊരു കുട്ടി സ്റ്റോറി പറഞ്ഞുതരാം. മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ഒരു 4 മണി വരെയൊക്കെയാണ് പാടത്ത് വർക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം വീട്ടിലെത്തി ഫ്രഷായി. പിന്നെ രാവിലെ മുതൽ കുറച്ച് നേരമൊക്കെ വർക്ക് ചെയ്തതല്ലേ, അപ്പം അതുകൊണ്ട് കുറച്ച് നേരം സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഇതൊക്കെ എൻ്റെ ഷോ ഓഫാണ് കേട്ടോ. പിന്നെ ഞാൻ നീറ്റ് 2025 വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാനായിരുന്നു. അതായത് എനിക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ബേസിക്സ് ഒക്കെ കവർ ചെയ്തെടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫിസിക്സിന് +1 +2 എന്നുള്ള രീതിയിലും, കെമിസ്ട്രീന് ഫിസിക്കൽ, ഇൻഓർഗാനിക്, ഓർഗാനിക് എന്നുള്ള രീതിയിലും, ബയോളജി പിന്നെ NCERT +1 +2 എന്നുള്ള രീതിയിലും ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ എനിക്ക് പെൻഡിങ് ആയിട്ടുള്ള, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അധികം നോക്കാൻ പറ്റാത്ത 2 ചാപ്റ്റേഴ്സാണ് ഇക്വിലിബ്രിയം, എസ്പെഷ്യലി അയണിക് ഇക്വിലിബ്രിയം, കൂടെ തന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസും. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. കൂടെ തന്നെ എക്സാംസ് എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസ് എഴുതുമ്പോഴാണ് നമുക്ക് ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനും എഴുതുന്ന സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ ചലഞ്ച് ഈ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതാണ്. എസ്പെഷ്യലി പെൻ ആൻഡ് പേപ്പർ എക്സാംസ് വളരെ കുറവായിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് കോച്ചിങ് ഒന്നും ഇല്ലാതെ ഈ 1 ഇയർ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നറിയാതെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മെമോനീറ്റ് ഫ്രീ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മൾ നീറ്റ് എക്സാം സക്സീഡ് ചെയ്യില്ല. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് 1 ഇയർ പ്ലാനറും കൂടെ തന്നെ യൂട്യൂബ് ത്രൂ ഫ്രീ ലെക്ചർ വീഡിയോസും എല്ലാ സബ്ജക്ട്സിനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റുകൾക്കൊരു പ്രോപ്പർ ഷെഡ്യൂൾ വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ടൊരു പ്രോപ്പർ ടെസ്റ്റ് കലണ്ടർ പ്ലാന് ഓൾസോ അവൈലബിൾ ആണ്. കൂടെ തന്നെ നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ക്വിസസും, ഒപ്പം തന്നെ നമുക്ക് ഡെയിലി ടാർഗറ്റ്സ് അവർ സെറ്റ് ചെയ്ത് തരും. ടെലഗ്രാം ത്രൂ ആണ് ക്വിസസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കൂടാതെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സപ്പോർട്ടും ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ഫ്രീ കോഴ്സ് അവർ ലാസ്റ്റ് ഇയർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ടെസ്റ്റ് സീരീസിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തപ്പോഴാണ് 720-ൽ 680 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യത്തെ നീറ്റ് 2025 അവരുടെ ടെസ്റ്റ് സീരീസിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട്.
നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ അറിയാം. ബയോളജിയിൽ 360ൽ 336 മാർക്കിനുള്ളതും കെമിസ്ട്രിയിൽ 180ൽ 168 ഫിസിക്സിൽ 180ൽ 176 ഇവരുടെ ടെസ്റ്റ് സീരീസിൽ നിന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. വെറുതെ ക്ലെയിം ചെയ്യുക മാത്രമല്ല, അതിൻ്റെ പ്രൂഫും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നീറ്റ് എക്സാമിന് 680 മാർക്സിന് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അവരുടെ ഏത് ടെസ്റ്റ് സീരീസിലാണ് വന്നിട്ടുള്ളതെന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. T3 കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് അവർ പ്രൂഫ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇത്രയും മാർക്സിന് സെയിം ആയിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് NCERTയും കൂടെ തന്നെ NTA ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണുമാണ് ടെസ്റ്റ് സീരീസിലെല്ലാം ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിലെയാണ്. ആ ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ബ്രഹ്മാസ്ത്ര FLT1 ടെസ്റ്റ് സീരീസിലെ ക്വസ്റ്റ്യൻ നമ്പർ 24 ആയിട്ടാണ് അത് വന്നിട്ടുള്ളതെന്നും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും പ്രൂഫ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നീറ്റ് 2025 ആസ്പിറൻസിന് വേണ്ടിയിട്ട് അവർ ഈ ടെസ്റ്റ് സീരീസ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സാം എഴുതുമ്പോൾ OMR മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് OMR ഡൗൺലോഡ് ചെയ്തിട്ട് സ്കാൻ ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. കൂടെ തന്നെ നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കൂടെ തന്നെ വീഡിയോ സൊല്യൂഷനും അവരുടെ യൂട്യൂബ് ചാനൽ വഴി നമുക്ക് കിട്ടും. ടോട്ടൽ 36 ടെസ്റ്റുകളാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. 26 പാർട്ട് ടെസ്റ്റും 10 ഫുൾ ടെസ്റ്റുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം ജനുവരി ഒക്കെ ആകുമ്പോഴത്തേനും ഈ 26 പാർട്ട് ടെസ്റ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഡ്രോപ്പർ ആണെങ്കിൽ എക്സ്ട്രാ 5 ടെസ്റ്റ് പേപ്പറും കൂടെ നമുക്ക് കിട്ടും. ഒരു നീറ്റ് ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 11ൻ്റെയും 12ൻ്റെയും ബേസിക് കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ബേസിക്സ് ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ളത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 11ൻ്റെ ബേസിക്സ് വെച്ചിട്ടാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സും സം ബേസിക്സും ലിവിങ് വേൾഡും എല്ലാമാണ് ഫസ്റ്റത്തെ എക്സാമിൽ വരുന്നത്. ഈവൻ അത് കഴിഞ്ഞു പോയെങ്കിൽ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എക്സാം വരുന്നത് 2 ജൂണിനാണ്. അതിൽ +2ൻ്റെ ബേസിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സും സൊല്യൂഷൻസും സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സും ആണ് അതിൽ വരുന്ന ചാപ്റ്റേഴ്സ്. തേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ടെസ്റ്റാണ്. അതായത് 16th ജൂണിലുള്ള ടെസ്റ്റ്. ആദ്യത്തെ പാർട്ട് ടെസ്റ്റും രണ്ടാമത്തെ പാർട്ട് ടെസ്റ്റും അതായത് 11ലെയും 12ലെയും ബേസിക്സ് എല്ലാം ചേർന്നൊരു ക്യുമുലേറ്റീവ് ടെസ്റ്റുകളായിരിക്കും. നിങ്ങൾ ഓരോ എക്സാം എഴുതുമ്പോഴും അതിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനും നോട്ട് ചെയ്തിട്ട് അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. അപ്പോഴാണ് ശരിക്കും നമുക്ക് എക്സാംസ് യൂസ്ഫുള്ളായി മാറുന്നത്. സോ അതിന് വേണ്ടിയിട്ട് മിസ്റ്റേക്ക് ബുക്ക് സെക്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് എക്സാമിൽ തെറ്റിയ ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതും ഈ ഫീച്ചറാണ്. കാരണം അത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഡൗട്ട് ക്ലിയറൻസിനായിട്ട് 24/7 വാട്സപ്പും പിന്നെ മെൻറ്റർഷിപ്പ് കോളും അവൈലബിൾ ആണ്. മാത്രമല്ല ഫസ്റ്റ് ടെസ്റ്റ് എല്ലാവർക്കും ഫ്രീ ആണ്. ആ ടെസ്റ്റിൽ നിങ്ങൾ 95% മുകളിൽ സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്നതാണ്. സോ നിങ്ങൾ എക്സാമൊക്കെ എഴുതിയതിന് ശേഷം OMR സ്കാൻ ചെയ്ത് നിങ്ങളുടെ ആൻസേഴ്സൊക്കെ ചെക്ക് ചെയ്യുക. അഥവാ നിങ്ങളുടെ സ്കോർ 95% മുകളിലാണെങ്കിലോ ചുമ്മാ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യേണ്ട. പാർട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പോർഷനിലാണ് വീക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല മിസ്റ്റേക്സൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്റേക്ക് ബുക്കിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. ഈ മിസ്റ്റേക്സാണ് പിന്നീട് നമുക്ക് കസ്റ്റമൈസ്ഡ് DPPs ആയിട്ട് വരും. അതാകുമ്പോൾ നമുക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് പിന്നീട് വീണ്ടും എക്സാംസ് എഴുതുമ്പോൾ നമുക്ക് നല്ലപോലെ കറക്റ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അതിന് ശേഷമാണ് ക്യുമുലേറ്റീവ് ടെസ്റ്റുകൾ വരുന്നത്. നമ്മൾ ഓൾറെഡി മിസ്റ്റേക്സൊക്കെ കറക്റ്റ് ചെയ്ത് എഴുതുന്നതുകൊണ്ട് തന്നെ പിന്നീട് ക്യുമുലേറ്റീവ് ടെസ്റ്റുകൾ അതായത് ഫുൾ ടെസ്റ്റുകൾ എഴുതുമ്പോൾ നമുക്ക് സ്കോർ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളിത് പർച്ചേസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങളിത് ആദ്യം യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മിസ്റ്റേക്സും കൂടാതെ പ്ലാനർ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഫ്രീ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് സീരീസ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. ഓഫ്ലൈനായിട്ടാണെങ്കിൽ പ്രിൻ്റഡ് ആയിട്ടാണ് ടെസ്റ്റ് സീരീസ് നമുക്ക് കിട്ടുക. നമ്മൾ ബുക്ക് ചെയ്തതിന് 5 ദിവസത്തിനുള്ളിൽ നമുക്ക് ഡെലിവർ ചെയ്യും. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫിന് വേണ്ടിയിട്ട് നന്ദന 20 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇനി എനിക്ക് ചെയ്യേണ്ട ഗോൾസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ ആക്ച്വലി ഫേസ് റിവീൽ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ബിക്കോസ് നമ്മുടെ യൂട്യൂബ് ഫാമിലി വളരെ ചെറുതാണ്. അപ്പോൾ ഒരു 5K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതിന് ശേഷം പ്രോപ്പറായിട്ട് ഫേസ് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചു.
ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ചധികം നാൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലൊരു വീഡിയോ ആയിട്ട് എത്തുന്നത്. നിങ്ങൾ ഇനി ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ എക്സാം എഴുതി നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റാത്തതിൽ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ കംപ്ലീറ്റ് കാണണം. നിങ്ങൾ എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ആൻസറും ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസിൻ്റെ ഓർഡറിലാണ് ഞാനിപ്പോൾ ആൻസർ ചെയ്യുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് നീറ്റ് എക്സ്പെക്ടഡ് സ്കോർ എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ജ്യോതിഷ് കുമാർ. നീറ്റ് എക്സ്പെക്ടഡ് സ്കോർ എന്ന് പറയുന്നത് 600 ബിലോ ആണ്. എനിക്ക് ആക്ച്വലി കഴിഞ്ഞ കൊല്ലം തന്നെ 500 എബോ സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഈ പ്രാവശ്യം 600 ബിലോ സ്കോർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം എൻ്റെ എയിം എന്ന് പറയുന്നത് MBBS ആണ്. എനിക്ക് മറ്റുള്ള കോഴ്സുകൾ ഒന്നും തന്നെ എടുക്കാൻ താല്പര്യമില്ല. BDS ആയാലും മറ്റുള്ള ഒന്നും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഒരു MBBS ഡോക്ടർ ആവുക എന്നുള്ളത് ചെറുപ്പം മുതലേ ഉള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിൽ നിന്ന് ഇനിയിപ്പോൾ വേറെ ഏത് പ്രൊഫഷനിൽ പോയി കഴിഞ്ഞാലും ഈവൻ ഡോക്ടർ ആണെങ്കിൽ തന്നെ എനിക്കൊരു സന്തോഷം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് റിപ്പീറ്റ് എന്നുള്ളത് തന്നെയാണ്. എനിക്ക് ഫസ്റ്റത്തെ ടെസ്റ്റുകളിലും കാര്യങ്ങളിലൊക്കെ 650 എബോ കിട്ടിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഈ ഒരു സ്കോറിലേക്ക്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചൊരു സ്കോറിൽ എത്താതിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് വിഷമമായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് എല്ലാവരും നല്ലപോലെ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു, ഈവൻ ഞാനടക്കം. പക്ഷേ നമ്മൾ വിചാരിക്കും പോലെ ആവില്ല സാഹചര്യങ്ങളും ദിവസങ്ങളും നമ്മുടെ ലൈഫും ഒന്നും. അപ്പം ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും എൻ്റെ പ്രീവിയസ് വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം, കുറച്ചധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാതും മാനേജ് ചെയ്ത് പോകാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് പരിപാടിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എക്സാം എഴുതണോ വേണ്ടയോ എന്നുള്ളത് വരെ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് പല ഈവൻ ഇപ്പം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുകയാണെങ്കിൽ അടക്കം നമുക്ക് പല പ്രിവിലേജുകളും കിട്ടുക. അപ്പം അതുകൊണ്ട് എന്തായാലും എക്സാം എഴുതാന്ന് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഞാനെല്ലാം എന്താ പറയുക, മുൻവിധി എന്ന് പറയില്ലേ, ഓൾറെഡി എൻ്റെ മനസ്സിൽ അറിയായിരുന്നു ലൈക്ക് എനിക്ക് പ്രാവശ്യം കിട്ടാൻ പോകുന്നില്ല, ഞാൻ എഴുതുന്നില്ല, ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം എഴുതി കഴിഞ്ഞിട്ടും അങ്ങനെ കാര്യമായിട്ട് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങനെ മേക്ക് ചെയ്ത് എടുത്തു. ആക്ച്വലി ബ്രേവ് ആവാൻ വേണ്ടിയിട്ട്, സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം തന്നെ എൻ്റെ റിപ്പീറ്റിൻ്റെ സമയം എന്ന് പറയുന്നത്, ആ സമയത്ത് എനിക്ക് 506 ആയിരുന്നു റിപ്പീറ്റ് ചെയ്ത സമയം, ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്ത സമയത്ത് എൻ്റെ സ്കോർ. അപ്പോൾ എനിക്കറിയാം 506 മാർക്ക് കൊണ്ട് എനിക്ക് എവിടെയും കിട്ടാൻ പോകുന്നില്ല. ആ സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരാളല്ല ഇപ്പോൾ. കാരണം ഇപ്പോൾ ഒന്നുകൂടെ ഐ നോ ദിസ് ഈസ് ലൈഫ്, ദിസ് ഈസ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കാൻ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി നെക്സ്റ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ ഓരോ ക്വസ്റ്റ്യൻസിനനുസരിച്ചിട്ട് നമുക്ക് പറഞ്ഞു പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഓൺലൈനായിട്ട് പഠിക്കുമ്പോഴുള്ള ടിപ്സ് ആൻഡ് മിസ്റ്റേക്ക് യു ഡിഡ് ആസ് എ റിപ്പീറ്റർ, ഹൗ ടു അപ്രോച്ച് എവറി സബ്ജക്ട് ആസ് എ ഓൺലൈൻ നീറ്റ് റിപ്പീറ്റർ. അതെനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഓൺലൈനായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ വളരെ സൂക്ഷിക്കണം. നിങ്ങൾക്കൊരു 1% എങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഓൺലൈൻ. ബിക്കോസ് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ അത്യാവശ്യം നല്ലപോലെ കുത്തിയിരുന്ന് പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ കാര്യങ്ങളെ എന്നെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതായത് നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അതായത് എനിക്ക് പറ്റൊരു സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ ഞാനും അങ്ങനെ മാറിപ്പോവും. ലൈക്ക് ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ അത് ഒരുവിധം ആളുകളും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. സോ നിങ്ങൾക്ക് 1% എങ്കിലും നിങ്ങളിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഓൺലൈനിൽ നിൽക്കരുത്. നിങ്ങൾ പൈസയുടെ കാര്യവും അല്ലെങ്കിൽ വേറെ ഒന്നും ആലോചിച്ചിട്ട് ഓൺലൈൻ തിരഞ്ഞെടുക്കരുത്. കാരണം മേ ബി നമ്മൾ ഈ ഒരു കൊല്ലം ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മളത് ഡോക്ടറായിട്ട് നമുക്കത് തിരിച്ച് വീട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ സെറ്റ് ആവില്ല. എപ്പോഴെങ്കിലും നമ്മൾ ഉഴപ്പി പോകുന്ന നമ്മുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഓൺലൈൻ ചൂസ് ചെയ്യരുത്. അല്ല, നിങ്ങൾക്ക് ഓൺലൈൻ ചൂസ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങൾ വീട്ടിലിരുന്ന് 100% വീട്ടിൽ മാത്രമേ ഇരുന്ന്, സത്യം ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്രോഗ്രാമിനും നിങ്ങൾ പോവാതെ ജസ്റ്റ് നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. അവിടെ നിന്ന് എണീക്കാൻ പോലും പാടില്ല. അത് തുടക്കം മുതൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. നമ്മൾ ഓൺലൈൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ശരി നമ്മൾ നന്നായിട്ട് പഠിക്കും ഈ പറഞ്ഞ പോലെ. പക്ഷേ ചെറുതായിട്ട് ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ കഴിയില്ല. സോ ഞാൻ പറയുന്നത് ഒരു സത്യാവസ്ഥയാണ്. അല്ല, നിങ്ങൾ ഉറച്ചൊരു തീരുമാനം എടുത്തിട്ട്, എസ്പെഷ്യലി ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഒരു പ്ലാനറൊക്കെ ഡെയിലി സെറ്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ നല്ലൊരു ഓപ്ഷനാണ്. കാരണം
നമുക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടില്ല. മാത്രമല്ല ക്ലാസ്സുകളൊക്കെ ഓഫ്ലൈൻ വെച്ചിട്ട് അതിനേക്കാൾ ഒന്നുകൂടെ നമുക്ക് ഒരുപാട് സമയം കിട്ടും ഓൺലൈൻ ആകുമ്പോൾ പഠിക്കാൻ. ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ഉഴപ്പാൻ സാധ്യതയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഓൺലൈൻ ഓപ്റ്റ് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, ഒരു മടിയും കാണിക്കരുത്. ഞാനൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തത് ഭയങ്കര കുറവായിരുന്നു. അതായത് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും, അത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഫ്ലൈൻ നമ്മൾ പഠിക്കുമ്പോൾ അത്ര ക്വസ്റ്റ്യൻസ് അല്ല ചെയ്യാറുണ്ടായിരുന്നത്. അതിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓഫ്ലൈൻ ചെയ്യുന്ന സമയത്ത് പഠിക്കണം. പക്ഷേ നീറ്റ് സിമ്പിളാണ്. വേറെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ടെൻഷനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് അനന്തു ആണ് ചോദിച്ചിട്ടുള്ളത്. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ്. ആക്ച്വലി എനിക്കിങ്ങനെ സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇപ്പോൾ എന്നല്ല, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് സമയത്ത് തന്നെ, ആ സമയത്തും യൂട്യൂബ് ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വ്ളോഗ് ചെയ്യാൻ. വീട്ടിൽ അമ്മയില്ലാത്ത സമയത്തൊക്കെ ഞാനിങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുമ്പോൾ ചുമ്മാ സംസാരിച്ചുകൊണ്ട് പണി ചെയ്യുമായിരുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പണ്ട് മുതലേയുള്ള ഒരു ആഗ്രഹമാണ്. പണ്ട് ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു 9ാമൊക്കെ പഠിക്കുന്ന സമയത്ത്. അന്ന് ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ക്ലിക്കായ ഒരു സമയമല്ല. വളരെ കുറച്ച് ആളുകളാണ് യൂട്യൂബിലുള്ളൂ. പക്ഷെ എനിക്ക് കുറച്ച് വ്യൂസ് കിട്ടിയപ്പോൾ എനിക്ക് പേടിയായി, ഒരു നാണം പോലെയൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഞാനത് പ്രൈവറ്റ് ആക്കി. പിന്നെ അതിന് ശേഷം കാലങ്ങൾക്ക് ശേഷം പിന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും പിന്നെ കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡായി മാറി. പിന്നെ നമ്മൾ നല്ലപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ള വീഡിയോസ് ഇടണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി പെർഫെക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. എൻ്റെ ഒരു ആഗ്രഹമാണ്, എനിക്കിഷ്ടമാണ് സംസാരിക്കാൻ. കൂടുതൽ ഒരു നീറ്റ് വ്ളോഗിനേക്കാളും എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന, എസ്പെഷ്യലി ക്ലാസ് എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ ടെലഗ്രാം ചാനലിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, ഞാനിങ്ങനെ വോയിസുകളും കുറച്ച് വോയിസുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് അത്രയും ഇഷ്ടമാണ്. മാത്രമല്ല, ഓക്കെ, നമുക്ക് ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ സബ്ജക്ട്സ് എങ്ങനെ പഠിക്കണം? ഞാൻ ഈ 2025 എഴുതാൻ നിൽക്കുന്ന ആളാണ്. പ്ലീസ് റിപ്ലൈ. ഈ ജൂഡെയിലി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓരോ സബ്ജക്ട് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബയോളജി ഞാൻ പറയുമ്പോൾ നിങ്ങൾ NCERT അരച്ച് കലക്കി കുടിക്കുക. ബയോളജിയിൽ നമുക്ക് ഓൾമോസ്റ്റ് നല്ല പോലെ സ്കോർ ചെയ്യാൻ പറ്റും. എനിക്കും പ്രാവശ്യം ബയോളജിയിൽ നല്ല മാർക്ക് ഉണ്ട്. നമ്മൾ NCERT നല്ലപോലെ പഠിച്ചാൽ മതിയാവും. പിന്നെ കെമിസ്ട്രി എന്ന് പറയുന്നത്, കെമിസ്ട്രിയും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻഓർഗാനിക് ഒക്കെ ടെക്സ്റ്റ് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ ഓർഗാനിക് ഈ പറഞ്ഞ പോലെ ക്ലാസ് ഒക്കെ ആയിട്ട് റിയാക്ഷൻസ്, ബേസിക് റിയാക്ഷൻസ് നമുക്ക് മനസ്സിലാവണം. പിന്നെ ഫിസിക്സ് എന്ന് പറയുന്നത് ഞാൻ പറയുമ്പോൾ കുറേ PYQs ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫിസിക്സ് സെറ്റ് ആവും. അപ്പം എനിക്ക് ടൈമിൻ്റെ ഒരു ഇഷ്യൂ കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 10 എണ്ണത്തിൽ താഴെയാണ് ഞാൻ GIPs അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓഫ്ലൈൻ എക്സാംസ് വളരെ കുറവായിരുന്നു. മാത്രമല്ല എനിക്ക് ടൈം മാനേജ്മെന്റ് ആണ് എനിക്ക് കുറവ്. ഈ പ്രാവശ്യം തന്നെ എനിക്കൊരു 20 സംതിങ് ക്വസ്റ്റ്യൻസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയില്ല. അതും അതിലെനിക്ക് എത്രയോ അറിയുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ ഭയങ്കര വിഷമം തോന്നി. പക്ഷെ ഇപ്പോൾ ഐ എം സ്ട്രോങ് ആൻഡ് ഇപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്. സോ അങ്ങനെ. പിന്നെ നീറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് പഠിക്കാനാണ് ആഗ്രഹം? നീറ്റ് കിട്ടാൻ വേണ്ടി ചേച്ചിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്ന് അറിയണം എന്ന് ആഗ്രഹമുണ്ട് എന്നാണ് പേരില്ല പറഞ്ഞിട്ടുള്ളത്. എനിക്ക് നീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒന്നും കിട്ടണമെന്ന് ആഗ്രഹമില്ല. ബിക്കോസ് നീറ്റാണ് എൻ്റെ അൾട്ടിമേറ്റ് എയിം. അത് എത്ര കാലം എനിക്ക് നീറ്റ് എനിക്ക് കിട്ടുന്നവരെ, അതായത് എനിക്ക് എന്തായാലും എനിക്ക് കിട്ടുമെന്ന് അറിയാം. കാരണം എനിക്ക് കിട്ടാത്തതല്ല നീറ്റ് എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എൻ്റെ ചില സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ഈ പല ഇഷ്യൂസും വരുമ്പോൾ ഒരു വീക്കായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. സോ അത് മാറ്റിയിട്ട് നീറ്റ് തന്നെ ഞാൻ തിരിച്ചു പിടിക്കും. വേറെ ഒരു എയിമും ഇപ്പം മുന്നിലില്ല. വേറൊരു പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാലും എനിക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇയർ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പോകുന്നവർക്കുള്ള ടിപ്സ് പറയാമോ? ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ, ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കാൻ എന്താ ചെയ്യാറ് എന്നുള്ളത്. എനിക്ക് ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു പഠിക്കാൻ പറ്റാറുള്ളത് ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോഴാണ്. തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഈച്ച് ആൻഡ് എവറി ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അത് നല്ലൊരു ഓപ്ഷനാണ്. അതായത് രാവിലെ ഇത്ര മണിക്ക് നമ്മൾ എണീക്കും, ഇത്ര മണിക്ക് നമ്മൾ ഫ്രഷ് ആവും, ഇത്ര മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കും, ഇന്ന സബ്ജക്റ്റ് ഈ സമയത്ത്, അങ്ങനെ നമ്മൾ ഒരു റൊട്ടീൻ ഡെയിലി സെറ്റ് ചെയ്യണം. കാരണം ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് ആവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുക. അതാകുമ്പോൾ പിന്നെയും നമ്മളിരിക്കും. അല്ല ഒരു പ്ലാനർ ഇല്ലാതെയാണ് നമ്മൾ പോണതെങ്കിൽ അറിയാലോ, നമ്മൾ വിചാരിക്കും പോലെ ഒന്നും നമ്മൾ പഠിക്കണം എന്നില്ല. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. കാരണം ഓൾറെഡി അത്യാവശ്യം ലെങ്ത് ഉണ്ട് വീഡിയോ. സോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറ്റുകയാണെങ്കിൽ പിന്നീട് ഇടാം.
നെക്സ്റ്റ് നീറ്റ് 2025 യൂസ് ആക്കാൻ ഒരു നല്ല ബുക്ക് സജസ്റ്റ് ചെയ്യാമോ, MCQ ചെയ്യാനും കൺസെപ്റ്റ് നോക്കാനൊക്കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിംഗർ ടിപ്സ് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. സൈലം മെറ്റീരിയൽസ് ഇഷ്ടമായില്ലേ, യൂസ് ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സൈലത്തിന്റെ മെറ്റീരിയൽസ് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. കാരണം എനിക്കിതിന് മുന്നേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മെറ്റീരിയൽസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിലും ഉണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ മാസ്റ്റർ ദ NCERT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, അത് എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫിംഗർ ടിപ്സും കുഴപ്പമില്ല, കാരണം ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ബയോളജി ഒക്കെ ഫിംഗർ ടിപ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരുപാട് അരിഹന്റിന്റെ ബുക്സ് ഒക്കെ പിന്നെ നല്ലതാണ്. ഈ മാസ്റ്റർ ദ NCERT അരിഹന്റിന്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു, എനിക്ക് ഷുവർ അല്ല. പക്ഷെ അതിൽ NCERT ബേസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ബുക്കാണെന്ന് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ PYQs ഉള്ളൊരു ബുക്ക് സെലക്ട് ചെയ്യുക. അത് ഇന്ന ബുക്ക്, ഒരു പ്രത്യേക ബുക്ക് എന്നൊന്നുമില്ല, PYQs ഉള്ള ബുക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക. ഇത്രയും ചെയ്താൽ തന്നെ മതി. പിന്നെ എനിക്ക് പറ്റിയ പോലെ ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്ക് നമ്മൾ റിവൈസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സമയമാകുമ്പോഴേക്ക് നിങ്ങളത് വിട്ടു പോകരുത്. എനിക്കുണ്ടായ മിസ്റ്റേക്സ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരിക്കൽ പറയാം. പിന്നെ ഒരുപാട് പേര് നീറ്റ് സ്കോർ ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആൻഡ് നദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, പ്ലീസ് ഷെയർ ഹോണസ്റ്റ് റിവ്യൂ ഓഫ് സൈലം ഓൺലൈൻ റിപ്പീറ്റ് പ്രോഗ്രാം, പ്ലാനിങ് ടു റിപ്പീറ്റ് ഫോർ നീറ്റ് 2025 ഇൻ ഓൺലൈൻ. കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ കുട്ടി ബ്രില്യൻറ്റ് പാലയിലായിരുന്നു +1 +2 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലെ അവരുടെ ഇതുമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. സൈലം ക്രാഷിന് ജോയിൻ ചെയ്തിരുന്നു, നല്ലതാണെന്ന് തോന്നി, എക്സാംസും നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. BTSൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനിലാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതിന് അത്രയും ഷുവർ ആണ്, ഓൺലൈൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പഠിക്കും എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ചൂസ് ഓൺലൈൻ. പിന്നെ അതുപോലെ സൈലത്തിന്റെ റിവ്യൂ എന്ന് പറയുന്നത് ക്ലാസ്സസ് ഒക്കെ നല്ലതാണ്. മെന്റർഷിപ്പ് ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ എത്ര എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനിയിപ്പം എത്രയൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു ഓഫ്ലൈൻ ആ ഒരു ഫീല് നമുക്ക് ഓൺലൈനിൽ കിട്ടില്ല. കാരണം ഇവർ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്യാറില്ല. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ അറിയാം നമ്മുടെ ഒരു പൊസിഷൻ എവിടെയാണ്, അല്ലെങ്കിൽ നമുക്കൊരു പേഴ്സണലി അയ്യോ ഞാൻ പഠിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ ഇതെനിക്ക് പേഴ്സണലി ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന പോലെയാണ് തോന്നാറുള്ളത്. ക്ലാസ് അടിപൊളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു ബോറടിയും തോന്നില്ല, ക്ലാസ്സുകൾ സൂപ്പറാണ്. എക്സാംസും നല്ല ഷെഡ്യൂളും കാര്യങ്ങളും, കാരണം അവരിൽ നിന്ന് പല എൻഡ് ഗെയിം XP എന്നൊക്കെ പറഞ്ഞിട്ട് പല ബാച്ചസ് വരുന്നുണ്ട്. ക്ലാസ്സുകളും അവരുടെ പ്ലാനിങ്ങും സൂപ്പറാണ്, എക്സാംസും കുഴപ്പമില്ല, നല്ലതാണ്. അതിന്റെ കൂടെ തന്നെ ബ്രില്യൻറ്റിന്റെ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് ആൾസോ ഗുഡ്. എക്സാംസ് അവിടെയും കോമ്പൻസേറ്റ് ചെയ്യാലോ. പിന്നെ മെന്റർഷിപ്പ് ക്വാളിറ്റീസ് കുറച്ച് കുറവാണ്. നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഓൺലൈൻ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അല്ലാതെ ഡൗട്ട് തോന്നുകയാണെങ്കിൽ, ഒരു വർഷം കഷ്ടപ്പാട് സഹിക്കുകയാണെങ്കിലും ഡു സെലക്ട് ഓഫ്ലൈൻ കോച്ചിങ്. പ്ലീസ് ഷെയർ യുവർ PCOD റൊട്ടീൻ. ഖാദ കൃഷ്ണ ആണ് ചോദിച്ചിട്ടുള്ളത്. PCOD റൊട്ടീൻ ആക്ച്വലി ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, ഞാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഐ എം ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം യൂട്യൂബ്. വേറൊന്നുമല്ല, ഓൺലൈനായിട്ട് ഇനി ഇമോഷണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ പെട്ടെന്ന് അത് അഫക്റ്റ് ചെയ്യും. ഓഫ്ലൈൻ ആകുമ്പോൾ പിന്നെയും പഠിക്കുന്ന സമയത്ത് ചുറ്റും കുട്ടികളിരുന്ന് പഠിക്കുമ്പോഴെങ്കിലും മേ ബി എനിക്ക് എൻ്റെ മനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വന്നിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കുമല്ലോ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഒരു ഓഫ്ലൈൻ ആയിട്ട് കോച്ചിങ് സെന്ററിൽ പോകണം തോന്നി. സോ ദിസ് ഇയർ നീറ്റ് 2025 നിങ്ങളുടെ കൂടെ ഞാനും എഴുതുന്നുണ്ടാവും. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് എനിക്ക് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഒരു ബിഗ് ബ്രേക്ക് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഞാൻ 100% ആയിട്ട് ഗ്യാരണ്ടി തരാം, ആഫ്റ്റർ ദിസ് 1 year കോളേജ് ജേർണീസും അതുപോലെ നീറ്റ് ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഞാൻ യൂട്യൂബിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. എന്താ പറയുക, ഡബിൾ ശക്തിയോടെ എന്ന് പറയില്ലേ, അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. സോ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ പറ്റുകയാണെങ്കിൽ ഇടാം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത്, കാരണം ഇനി വീഡിയോസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഓൾസോ ഐ എം ടേക്കിംഗ് എ ബ്രേക്ക്. അതുകൊണ്ട് തന്നെ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ കമൻറ്റും ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം. താങ്ക്